അമ്പലത്തിന്റെ ഉള്ളിൽ പോയിട്ട് അവിടുന്ന് തൊഴിൽ ഓരോരോ പുണ്യാഹം വാങ്ങിയിട്ട് ഉടഞ്ഞിട്ടോളൂ തുടങ്ങാൻ പാടുള്ളൂ. രൂപങ്ങൾ ചെയ്യലിന്റെ എന്തും വലുതും ചെറുതും ഒക്കെ ഇവിടെ കണ്ടായിരുന്നു. തലയോട്ടി ഉണ്ടാവും, മാലയായിട്ട്, തോൾപുട്ട്. ഹലോ, ഇറ്റ്സ് മീ ഷൽന. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മൾ തെയ്യക്കോലങ്ങൾ കാണാറുണ്ട്. അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അത്ഭുതത്തോടു കൂടിയും പേടിയോടുകൂടെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അങ്ങനെ ഒരു കലാകാരനോടാണ് നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഏട്ടാ, നമസ്കാരം. നമസ്കാരം. ഒരു പ്രമോദനാണ് ഈ നാട്ടിൽ അറിയപ്പെടുന്നത്. എല്ലാം ഇതിനെ പറ്റി എല്ലാം അറിയപ്പെടുന്നത് അമ്പിളി ആണെങ്കിൽ അറിയൂ. അമ്പിളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് ചെറിയ മക്കൾ ചോദിച്ചാലും അമ്പിളി അറിയാം. അപ്പൊ അമ്പിളി ചേട്ടനോട് കുറെ കൂടെ ചോദിക്കാനുണ്ട് എനിക്ക്. ഇത് എന്ത് മരമാണ്? മുരുക്ക് മരം കൊണ്ടാണ്. പാല കൊണ്ട് ചെയ്യുന്നുണ്ട്, മുരുക്കുണ്ട്. എല്ലാ കലാരൂപങ്ങൾക്കും ഈ ഒരു മുരുക്ക്, പാല, പിന്നെ കുമിഴൊക്കെ എടുക്കൂ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുമിഴിലാണ് ചെയ്യാതെ. ഇത് തോട. ഇവിടെ വരുന്ന തോടയാണ്. ഓരോന്നിനും ഓരോ ഭാഷ ഉണ്ട്. ഇതില് ഓരോന്നിനും ഓരോ ഭാഷയാണ്. നരിക്കുനിക്കാർക്ക് വേറൊരു ഭാഷ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഫറൂഖ് ഭാഗത്ത് അങ്ങോട്ട് വിട്ടാൽ വേറൊരു ഭാഷയാണ്. ഓരോ ശൈലിയാണ് അത്. ഓരോ പ്രദേശത്തും അതുണ്ട്. ഇത് ഇവിടെ പറയുന്നതിന് ഇതിന് ഇവിടെ വേറൊരു പേരാണ്. ടൗൺ വിട്ടാൽ വേറൊരു പേരാണ്. ഓരോ പ്രദേശത്തും ഓരോ തെയ്യങ്ങൾ ഉപയോഗിക്കുന്നത് പല പല മോഡലും വ്യത്യാസമുണ്ട്. മോഡലുകൾ വ്യത്യാസമുണ്ട്. പ്രദേശങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിന്റെ രൂപങ്ങൾക്ക് പേരുകൾക്ക് മാറ്റം രൂപങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ആ വേഷത്തിലും എഴുത്തിലൊക്കെയാണ് മാറ്റങ്ങൾ. ചേട്ടൻ ഇവിടെ വന്നപ്പോ ഇത് മാത്രല്ല കുറേ കാര്യങ്ങൾ കണ്ടു. ഇതാ മരം കൊണ്ട് വാഴക്കൊല ഉണ്ടാക്കിച്ചിട്ടുണ്ട്, കഴുങ്ങിന്റെ അടക്കാക്കൊല, പിന്നെ തുടികള് പല സൈസും ഉണ്ട്. രണ്ട് മോഡലാണ്. ഇത് തോറ്റംപാട്ടിലാണ്. ഇതല്ലാണ്ട് കാവിലല്ലാണ്ട് വരുന്നതാണ്. ഇത് ഇവര് ഈ തെയ്യക്കാര് ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇതല്ലാതെ കാവില് കൊട്ടുന്നതാണ്. തെയ്യത്തിന് തോറ്റപ്പാട്ടിന് കൊട്ടുന്ന തുടിയാണിത്. അല്ലാണ്ട് ഒരു സമുദായത്തിന്റെ കാവിൽ കൊട്ടുന്ന തുടിയാണ്. അപ്പൊ ഇതിനൊക്കെ നല്ലോണം സമയം എടുക്കുവോ? അതുണ്ട്. ഒരു തുടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര സമയം എടുക്കും? എന്തായാലും ഒരു 5-6 മണിക്കൂർ. 5-6 മണിക്കൂർ കടഞ്ഞിട്ട് ഷേപ്പാക്കി എടുക്കണമെങ്കിൽ. എന്ത് മരം ചേട്ടാ? ഇത് പ്ലാവ് എടുക്കും, പിന്നെ കുമിഴ് എടുക്കും, മുരുക്ക് എടുക്കും. ഓക്കെ. അപ്പൊ വെയിറ്റ് കുറവുള്ള മരം നോക്കിയിട്ടാണ്? അതല്ല, ടെമ്പർ കൂടിയാലോ നാദം കൂടും. ഇതിന് ഈ ടെമ്പർ കൂടിയെങ്കിലും ഇതിന്റെ നാദം കൂടും. ശബ്ദത്തിന് നാദം. ഈ ടെമ്പർ കുറവുണ്ടെങ്കിൽ ഇതിന്റെ ശബ്ദം മാറും. അങ്ങനെയാണ്. അപ്പൊ ഈ തെയ്യക്കോലങ്ങളിൽ കുട്ടിച്ചാത്തൻ തറ, ഭഗവതി തറ, അങ്ങനെ ഓരോരോ തറകളുണ്ടല്ലോ. അതിനൊക്കെ വ്യത്യാസമുള്ള ഓരോ ആഭരണങ്ങളാണ് ഉണ്ടാകുക. ഇത് കൊടലാരെന്ന് പറയും ഇതിന്. അതായത് ഈ ഒരു കാര്യം കൊടലാരം ഈ ഫ്രണ്ട് ഏരിയ ഇത് ഇതേ മോഡലാണ്. ഇത് വേറൊരു വിഭാഗത്തിന്റെ പ്രത്യേക അളവ് ഓരോരോ കഷ്ണങ്ങളാണ് ഇതൊക്കെ. ഇത് അതേ സാധനം തന്നെയാണെങ്കിൽ ഇത് മോഡൽ വ്യത്യാസമുണ്ട്. അതാ ഈ ഭാഷകൾ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താ ഇടയിൽ വരുന്ന പേര്? ഇതും കൊടലാരം തന്നെ. അതും അത് തന്നെ. ഇത് തോൾപുട്ട്. അതിവിടെ ഇവിടെ വെച്ച് തെയ്യത്തിന്റെ ഇത് വരുന്നത് ഇവിടെ വെച്ച് കെട്ടുന്നതാണ്. ഇത് തോട. ഇത് പട്ടം. ഇത് പട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് കെട്ടുന്നത്. ഇത് വലിയ വട്ടം, ഇത് ചെറിയ വട്ടം. പിന്നെ നാഗത്തിന്റെ ഉണ്ട്. നാഗത്തിന്റെ പത്തിയുള്ള അടക്കം ഉണ്ട്. അതൊക്കെ ഞാൻ ഉണ്ടാക്കി അത് കൊണ്ടുപോയതാണ്. ഒക്കെ തെയ്യത്തിന്റെ. അപ്പൊ ഇതിനെന്താ? ഇത് ചെറിയ പട്ടോ. ഇത് ചെറുത് ചെറിയ പട്ടോ. ഇത് വലിയ വട്ടം. ഇത് നാഗത്തിന്റെ ഉണ്ട്. പിന്നെ ഇത് കാളിക്കൈ. അതൊന്നും ഇവിടെ അല്ല, ഒക്കെ ദൂരോട്ടുള്ള. ഇത് താടിക്കാപ്പ്. ഓരോ ഭാഷകളാണ്. ഇവിടെ ഇവിടെ വരുന്നതാണ്. അതിന്റെ മുകളിൽ വരുന്നതാണിത്. അതൊക്കെ ഓരോ ചെറിയ മോഡലുകളാണ്. ഇതൊക്കെ കുട്ടിത്തെയ്യങ്ങൾക്ക് വേറെ അത് വേറെ ഉണ്ട്. അതിനാണ് ഇതൊക്കെ വെച്ചിട്ടാ. അതാണ് ചെറിയ പട്ടം. അങ്ങനെ. ഇത് വലിയ ആൾക്കാര് കെട്ടുന്നത്. ഇതൊക്കെ ചേട്ടാ കൈപ്പണിയായിട്ട്? കൈപ്പണി, മിഷ്യൻ പണിയില്ല. നല്ല സമയം അതുണ്ട്.
അപ്പൊ ഒരു തെയ്യത്തിന് നമ്മൾ എത്രത്തോളം സമയം എടുക്കും? അതിപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളൊരു സ്പീഡ് പോലെ ആയിരിക്കും. പിന്നെ അധികം പിന്നെ മറ്റേ വേറൊരു മരത്തിന്റെ മുകളിൽ ചെയ്യും പോലെ വാരി വെച്ച് എടുക്കാൻ പറ്റില്ല. മുരുക്കാണ് സാധനം. ചെറിയ ഉളി കൊണ്ടൊക്കെ തോണ്ടി തോണ്ടി എടുക്കുന്ന പണിയാണത്. മറ്റേ വാളം കൊണ്ടോ വെച്ച് മേടിക്ക് വയ്ക്കാൻ പറ്റൂല. അത്രയ്ക്കും മരമാണ്. അതുകൊണ്ട് എടുക്കാൻ പറ്റൂ. പണ്ട് കാലത്തെ അതിനാണ് ഇവരൊക്കെ എടുക്കുന്നത്. ഇത് പടി അരയിൽ വരുന്ന അത് ഓരോ കഷ്ണാണ്. അത് പിന്നെ നൂലിട്ട് കെട്ടി ഒരു പുതുക്കൂ. ലാസ്റ്റ് നമ്മളെടുത്ത് ഈ പണി കഴിഞ്ഞാൽ ഒരു ഓൽക്കാണ് പിന്നെ പണി. 18 നമ്പർ അത് നമ്മൾ കുറെ എണ്ണം ഉണ്ടാക്കുന്ന വരുമ്പോൾ എഴുതിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ ഏട്ടാ നമ്മ തെയ്യത്തിന്റെ കൊറേ നമ്മള് കണ്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം ഭയങ്കര രസമാണ് ചെയ്ത് കാണാന്. നമ്മള് എന്താ പറയാ, ആർക്കും അറിയില്ല ഇത് ആരാ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ എന്താണ്. എനിക്ക് തന്നെ പേടി തോന്നും. പിന്നെ ഇതാണ് ചട്ടാന്നറിയും, തെയ്യത്തിന്റെ ചട്ട. ഇത് ഓരോ ഇതുമലൊക്കെ ഇങ്ങനെ ഡിസൈൻ പണിയുണ്ട്. പണികൾ ഇനി കിടക്കുന്നുള്ളൂ. ഇനിയിപ്പോ അത് രൂപമാക്കി വെച്ചിട്ടുള്ളൂ. ഇതിനുമലൊക്കെ ഡിസൈൻ ചെയ്യാണ്ട് കുറച്ചൊക്കെ വരെ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ചട്ട എണ്ണ ഉണ്ട്. 8 വരും ഒരു ഭാഗത്തേക്ക് 8. ഈ സെന്ററിൽ ഇതാണ് പിന്നെ ഇതിന്റെ അസ്ത്രക്കാല് എന്ന് പറയും. ഇമലാണ് ഇത് ഘടിപ്പിക്കുക. ഇത് രണ്ട് സൈസ് ആണ്, 2 ഭാഗമാണിത്. എന്നിട്ടാണ് ഇത് ഒന്നിച്ച് തെറ ആയി വരുന്നവരാണ് ബാക്കിൽ വെച്ച് കിട്ടുന്നത്. ഇത് ഇമല് ഫിറ്റ് ചെയ്യും. ഇത് 2-3 ദിവസം എടുക്കുവോ? അതായത് മിഷൻ പണി അല്ലാത്ത പക്ഷെ കട്ടിങ് മാത്രമുള്ള മിഷനുള്ളൂ. ബാക്കിയൊക്കെ നമ്മള് കൈകൊണ്ടെടുക്കണം. ഈ ഒരു ഡിസൈനൊക്കെ ഇതൊക്കെ നമ്മള് ഡിസൈനൊക്കെ ചെയ്യുന്നതൊക്കെ അതൊക്കെ ഡിസൈൻ ആക്കണം. ഇതിപ്പോ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല, തീർക്കാനുണ്ട്. പറഞ്ഞത് ഓൾറെഡി ഒരാഴ്ച കൊണ്ട് ഇത്രയും തീർത്തു. ഇനിയും സമയമെടുത്ത് മെല്ലെ ചെയ്യുള്ളൂ. മരം ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പതുക്കെ ചെയ്യുള്ളൂ. സോഫ്റ്റ് ആക്കുന്നതിന്റെ കാരണം വെയിറ്റ് കുറഞ്ഞ ഇത് ചെയ്യാം. വെയിറ്റ് കുറയും വേണം. അതാണ് പണ്ടുള്ളവർ ഉപയോഗിക്കുന്നത്. മുറുക്കാണ് അധികം എടുക്കുക. കൊത്തുപണിക്ക് അങ്ങനെ എന്തെങ്കിലും അതുണ്ട്. അത് ചെറിയ ചെറിയ ഉളികളാ. അത് അതിന് പ്രത്യേകമായിട്ട് കൊത്തുപണിക്ക് വേറെ തന്നെ. ഞാൻ ഈ അമ്പലത്തിന്റെ അങ്ങനത്തെ ഒക്കെ പണിയെടുക്കുന്ന അമ്പലത്തിലേക്കുള്ള രൂപങ്ങള് അങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്യലുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് പൂജകളോ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമ്മൾ എപ്പോഴാ ഇത് വരിക, പെട്ടെന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കുത്തിരിക്കാനല്ല, ഇതിനങ്ങനെ ചിട്ടല്ല. ഇതുപോലെ എത്തിയിട്ടുള്ളൂ ഇതിന്റെ ചിട്ടയിൽ മാറുന്നുള്ളൂ. അത് സാധനം തന്നെ. ഇനി കാളിവട്ടം എന്നാ പറയാ. ഇത് ഭഗവതി തിരക്കുള്ള കാളിവട്ടം. അപ്പൊ ഇത് തലയിൽ വെക്കുന്നത് ഇങ്ങനെ ഇവിടെ വെച്ച് കെട്ടുന്ന അതിന്റെ ഒരു വേറൊരു രൂപം. ഇത് ഇവിടുത്തെ ഭാഷയല്ല, അത് വേറെ ഇവിടുത്തെ അങ്ങോട്ടുള്ള നമ്മളെ കോഴിക്കോട്ട് അങ്ങോട്ട് നമ്മളെ ഇതിലേക്ക് വരുന്നതാണ് ഇവിടെ ഈ നാട്ടിൽ നരുക്കുനി. ഇതല്ല, അത് ഈ സാധനം ഇതാ ഇതിന് പട്ടം. ഇതും കാളിവട്ടം എന്ന് പറയും. അതുപോലെ ഭാഷ അതാണ്. ഇതിന്റെ ഒറിജിനൽ ആണ് ഇത്. ഇതാണ് അതിന്റെ ഒറിജിനൽ. അതുപോലെ സ്കെച്ച് കൊണ്ടുവരും ഓല അളവിന്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒരിങ്ങനെ കൊണ്ടുവന്നാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മള് വേറെ വരച്ചിട്ട് ചെയ്യണം. നല്ല രസമായിട്ടുണ്ട്. അതൊക്കെ ഓല പണിയാണ്. നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് അസ്ത്രഘടകം എന്ന് പറയും. അസ്ത്രഘടകം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ വാച്ച് ഇവിടെ വരുന്നതാണ്. ഇത് ഒരു സാമ്പിള് കൊണ്ടു തന്നാണ് അതിനനുസരിച്ച് ഉണ്ടാക്കാൻ. നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുപോൽക്ക് ഒരു ഈ മോഡൽ വേണമെന്ന് പറയുന്ന ഓല മോഡല് നമ്മൾ ചെയ്ത് കൊടുക്കും. മാസമല്ല, ഒരു 3 മാസം മുന്നേ തുടങ്ങും. അപ്പൊ പല ടീം വരുമല്ലോ, ഓൽക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ വേറെ ആരല്ല. മോനെടുക്കൂ, മോനെ അത്യാവശ്യം ഓനെടുക്കും. ഓന് പുറമെ പണികളെല്ലാം കോഴിക്കോട് ജില്ലയിൽ ഇപ്പോ ഇവിടെ കുറവാണ്. ഒരാളുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. ഞാനിപ്പോ ഒരു 13 കൊല്ലായി ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങിയിട്ട്. ഇല്ലല്ല, ഇത് ഞാൻ സ്വയം. നമ്മള് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ നമ്മള് ഈ കൊത്തുപണിയിലേക്ക് തന്നെ ഞാൻ നമ്മള് ഇത് മനസ്സിന്ന് വന്ന് വരയ്ക്കാനും. അപ്പൊ അതിൽ കൂടി ചെയ്ത് നമ്മളാദ്യം സാധാ കട്ടില ജനല് ഒക്കെ ഉണ്ടാക്കുക. പിന്നെ അതിൽ കൂടി പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ചോദിച്ച് ചെയ്തു തരുമോ എന്ന് നോക്കുന്നേരം
പിന്നെ നമ്മൾ വരയ്ക്കുന്നതിനെ കൊണ്ടും ഇതിനെ പറ്റി ലേശൊരു ബോധമുള്ളതിനെ കൊണ്ടും അങ്ങനെ ചെയ്ത് ആരും പഠിച്ചിട്ടില്ല. ഇത് ചങ്ങലയാണല്ലേ? ചങ്ങല അത് മരം കൊണ്ട് നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. കൂടുതലുണ്ടോ മരം കൊണ്ട് ഉണ്ടാക്കിയ ചങ്ങലയാണ്, ഇരുമ്പ് ചങ്ങല പോലെ തന്നെ കറക്റ്റ് ലോക്ക് ചെയ്തിട്ടാക്കി അല്ലേ? നമ്മൾ വന്ന പാടെ എന്റെ കണ്ണില് ആദ്യം സ്പാർക്ക് ചെയ്തത് ഈ ഒരു സംഭവമാണ്, വാഴക്കൊല. ഇതെന്താ കേട്ടാ ഇത് മരം? അത് ഫുള്ള് തേക്കാണ്. അതുകൊണ്ടാണ് അത്ര നല്ല ഉറപ്പ് നിൽക്കുന്നത്. അതാ വിളക്ക് അല്ല, ഇത് അടക്കാക്കൊല. ഈ തൊട്ടടുത്ത് തന്നെ അടക്കാക്കൊല ഉണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് അവർ ചെയ്തത്. ആ ഒരു നടരാജന്റെ അത് പെയിന്റ് അടിച്ചു പോയിന്നുള്ളൂ. അത് പോളിഷ് ചെയ്യാൻ പറഞ്ഞത് അത് മരത്തിന്റെ ഫുള്ള് മരമാണ്. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഏത് കളിക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആവുന്നത്? ക്യാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഇതിനാണ്. ഏറ്റവും കൂടുതൽ ആഭരണങ്ങൾ വേണ്ട, ആഭരണങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വള വരും. വള കണ്ട ഞാൻ കൊണ്ടുപോയതാണ്. വള ജോഡി വള നമ്മളെ സെറ്റ് പറഞ്ഞാൽ സെറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതും അത്യാവശ്യം ചെലവേറിയതും അത് തന്നെയാണ്. അപ്പം ഭൈരവന്തറയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന് മുകളിൽ കിട്ടുന്ന ഏകദേശം ഇങ്ങനെയുള്ള എല്ലാത്തിനും എക്സ്പെൻസ് കൂടും. ഇതിന് തന്നെ നല്ലൊരു സംഖ്യ വരും. പിന്നെ ഏതൊക്കെ കലാരൂപത്തിന്റെ സാധനങ്ങളായിട്ട് അവിടെ ചെയ്തു കൊടുക്കുന്നത്? നാടകത്തിന്റെ അതിൽപ്പെട്ടത്, പിന്നെ തെറേന്റെ എല്ലാ ഐറ്റംസും എല്ലാത്തിലും എല്ലാ ഐറ്റംസും ഏത് തെറേന്റെ ആണെങ്കിലും ഒരു കൂടി ഒന്നൂക്കിൽ ഫോണിൽ അയച്ചു തരും. അത് അതിനനുസരിച്ച് ഇന്ന അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തു കൊടുക്കും. ഇല്ലല്ല, ഇത് ഓല് ചെയ്തോളൂ. നമുക്ക് മരത്തിൽ മാത്രം ഇങ്ങനെ രൂപ കൊടുത്താൽ ബാക്കി ഇത് പുതുക്കാന്നാ പറയാ. ഇതിന്റെ ഭാഷ എങ്ങനെയാണ്? പുതുക്കാന്ന് പറയാ. അത് തകിട് വെച്ചിട്ട് ഈ പല കളർ തകിട് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പ്രദേശം ചേട്ടൻ മാത്രമാണ് ചെയ്യുന്ന ആളെന്ന് അറിഞ്ഞു. അപ്പൊ മാക്സിമം ഉള്ള വർക്കുകളൊക്കെ പണിക്കാരെ വെച്ചിട്ട് ചെയ്തു കൊടുക്കില്ല. ഇനിയിപ്പോ അങ്ങനെ എടുക്കാം. പിന്നെ മോന് തിരക്കുള്ള സമയത്ത് ഓൻ കൂടിത്തരും. അത്രേ ഉള്ളൂ. ചേട്ടൻ വാളൊക്കെ ചെയ്യുന്നത്? വാള് അതൊക്കെ മരത്തില്, അത് നാടകത്തിന് വേണ്ടിട്ട്. അപ്പൊ നാടകം അങ്ങനത്തെ സംഭവങ്ങൾക്ക് അതിനുണ്ട്. അത് ഫ്ലൈവുഡില് ശൂലം ശൂലം പിന്നെ വാള്, അരിവാള്, അങ്ങനെയൊക്കെ മരത്തിൽ എന്തൊക്കെ ആക്കിയെടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അതെന്ത് തന്നെ നാടകക്കാരും കൊണ്ട് വരും. എന്താണെന്ന് വെച്ചാല് അതിനനുസരിച്ചുള്ള സാധനം, ആ ഗത അതൊക്കെ ഉണ്ടായി അതൊക്കെ കൊണ്ടുപോയി കൊല്ലം ചെയ്യലുണ്ട്. രൂപങ്ങൾ ചെയ്യലുണ്ട്. എന്തോ വലുതും ചെറുതും ഒക്കെ ഇവിടെ കണ്ടായിരുന്നു. കൊണ്ടുപോയി കൃഷ്ണന്റേത്, ശിവന്റേത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മരത്തിനെ കൊണ്ട് എന്ത് സംഭവം ഈ മനുഷ്യന് എത്തിച്ചു തന്നാൽ ചെയ്തു തരും. ഓർഡർ മാത്രം കൊടുത്താൽ മതി, അടിപൊളിയായിട്ട് ചെയ്തുതരും. നിങ്ങൾ കാണുന്നുണ്ട് ഇത്രയും ഭംഗിയുള്ള സംഭവം ഫുൾ കൈപ്പണിയാണ്. നമ്മൾ വിചാരിക്കുന്നത് മൊത്തം മെഷീനെ കൊണ്ട് ചെയ്താണ്. അങ്ങനെയല്ല, കറക്റ്റായിട്ട് പെണ്ണുകൊണ്ട് വരച്ച് ഭയങ്കര സോഫ്റ്റ് ഉള്ള മരമാണ്. അപ്പൊ ശ്രദ്ധിച്ചിട്ടൊക്കെ ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. എന്ത് രസമായിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ചേട്ടാ കാളിക്കൈ തെയ്യത്തിന്റെ കൈയിന്റെ മുകളിൽ എക്സ്ട്രാ കൈ വെക്കണം. ഇതെന്താ കൈ അടിപൊളി. അതുപോലെ തന്നെ അത് തലയോട്ടി ഉണ്ടാവും, മാലയായിട്ട്. കാളിക്കൈ അതേപോലെ അങ്ങനെ തരത്തില് ഡിസൈൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാന്നുള്ള ആർക്കും അറിയില്ല. ഇതെന്തോ മെഷീനിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് മാത്രം ആളുകൾക്ക് അറിയുള്ളൂ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കണ്ട ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചേട്ടൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തെയ്യക്കോലങ്ങളും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലാതെ തന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുകളുണ്ട്. ദിവസത്തോളം പണിയെടുത്തതിൻ്റെ കഷ്ടപ്പാടുകളുണ്ട്. ആ ഒരു ഭംഗിയിൽ കെട്ടിയാടി വരുമ്പം അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളാവുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കരകൗശല സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ചേട്ടൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. വേണ്ടവരുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും ബൈ ബൈ, സൈനിങ് ഓഫ്.